എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? കാണാം മാം. ഓക്കെ. അപ്പൊ നമുക്കിത് ഐഡിയൽ സ്വിച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറണ്ടിന് നമുക്ക് ലിമിറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് പ്ലസ് ഇൻഫിനിറ്റി തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണേലും ഇപ്പൊ കോമൺ ആയിട്ട് പറയുന്നുണ്ടോ, പർട്ടിക്കുലർ സ്വിച്ച് എടുക്കുവാണെങ്കിൽ നമ്മൾ ഏത് ക്വാഡ്രന്റിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇതിന് പല ടോട്ടൽ സ്വിച്ചസ് എടുക്കുമ്പോൾ പല ക്വാഡ്രന്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. നിങ്ങൾ ചോപ്പർ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നോർമലി നമുക്ക് പറയാവുന്ന എന്താണ്, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ഈ കറണ്ട് വേരി ചെയ്യാം. ഇത് ഏത് കണ്ടീഷനിലാണ്? ഓൺ കണ്ടീഷനിൽ അല്ലെ? ഓണിലാണ് വോൾട്ടേജ് സീറോയും കറണ്ടിന് ഇതുപോലെ മാക്സിമം വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യാവുന്ന നെക്സ്റ്റ് കണ്ടീഷൻ ഏതാണ്? ഓഫ് കണ്ടീഷൻ. ഓഫ് കണ്ടീഷനിൽ എന്തായിരിക്കും? കറണ്ട് എപ്പോഴും സീറോ ആയിരിക്കണം. വോൾട്ടേജ് ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പൊ ഇത് മൈനസ് ഇൻഫിനിറ്റിന്ന് റെപ്രസെന്റ് ചെയ്യാം, വോൾട്ടേജിന്റെ കേസിൽ ഇത് പ്ലസ് ഇൻഫിനിറ്റിന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ഐഡിയൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? അപ്പം ഓൺ കണ്ടീഷനിലാണെങ്കിൽ എന്താണ്, വോൾട്ടേജ് എപ്പോഴും സീറോ ആയിരിക്കണം. അപ്പൊ അത് ഏത് ആക്സിസ് മാത്രമേ വോൾട്ടേജ് എപ്പോഴും സീറോ ആവൂ എന്ന് പറയുന്ന ആക്സിസ് ഏതാ വരിക? വോൾട്ടേജ് സീറോ ആവുന്ന എപ്പോഴും വോൾട്ടേജ് സീറോ ആവുന്ന ആക്സിസ് ഏതാണ്? അല്ലെങ്കിൽ കറണ്ട് എപ്പോഴും സീറോ ആവുന്ന ആക്സിസ് അല്ലെങ്കിൽ കറണ്ട് എപ്പോഴും സീറോ ആവുന്ന ഈ സ്പേസിലെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? എൻഡെയർ എക്സ് ആക്സിസ് ആൻഡ് എൻഡെയർ വൈ ആക്സിസ് അല്ലെ? നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ എന്താണ്, അവിടെ കറണ്ടിന് ഒരു വാല്യൂ ഉണ്ട്. ഇത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, എങ്കിലും കറണ്ടിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കറണ്ട് സീറോ ആവുന്ന ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസ്, വോൾട്ടേജ് സീറോ ആവുന്ന ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസ്. അപ്പം അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ഐഡിയൽ സ്വിച്ച്. അപ്പൊ ഏതാണ് നമ്മൾ ഓപ്ഷൻ എടുക്കേണ്ടത്? എൻഡെയർ എക്സ് ആക്സിസ് ആൻഡ് എൻഡെയർ വൈ ആക്സിസ്. ഈ ഗ്രാഫ് വരച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്യാം. സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്, ഒരു സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ ഓഫ് an ideal switch is entire x axis and entire y axis. അപ്പൊ പ്രാക്ടിക്കൽ സ്വിച്ച് ആകുമ്പോൾ ഇങ്ങനെയല്ല. നമുക്ക് എന്താണ്, പ്രാക്ടിക്കൽ സ്വിച്ച് ആകുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വോൾട്ടേജോ കറണ്ടോ നമുക്ക് അതിന് കിട്ടത്തില്ല. അതിനൊരു മാനുഫാക്ചർ പറയുന്ന ഒരു റേറ്റഡ് വോൾട്ടേജ് ഉണ്ടാവും, അല്ലെങ്കിൽ റേറ്റഡ് കറണ്ട് ഉണ്ടാവും. ആ ഒരു റേഞ്ചിലേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഐഡിയൽ സ്വിച്ചിന്റെ കേസിൽ മാത്രം നമുക്ക് ഇതുപോലെ എൻഡെയർ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എൻഡെയർ വൈ ആക്സിസ് നമുക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദി സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ. അപ്പം എല്ലാ പവർ ഇലക്ട്രോണിക് സ്വിച്ചസിനും ഇതുപോലെ ഒരു സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ ഉണ്ട്. ഓക്കെ. The operating point of ideal switch is called a safe operating point and it includes entire x-axis and entire y-axis. Okay, next പോയിന്റിലേക്ക് പോട്ടെ. നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺട്രോളിങ് ഫ്ലോ അല്ലെങ്കിൽ ഒരു സപ്ലൈക്ക് ഒരു കൺട്രോൾ കൊടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇത് കിട്ടില്ല. അതാണ് നമ്മൾ നോർമലി പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺട്രോൾ നമ്മൾ മെക്കാനിസം പോലെ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു ഇൻപുട്ടിൽ നിന്ന് ഒരു പവർ കൊടുത്ത് ഇൻപുട്ടിൽ നിന്ന് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫ്ലോ പവർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല. ഇതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പവർ എന്ന് വിചാരിക്കുക. പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറോയിലേക്ക്, ഇതിപ്പോ ഒരു വാല്യൂ എ എന്ന് വിചാരിക്കുക, ഇത് സീറോയിലേക്ക് കറണ്ട് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാതെ അത് ഓരോ ഡിവൈസിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് സീറോ എന്ന് പറയുന്ന ലെവലിലേക്ക് പോയി. അങ്ങനെ സീറോയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ആ ഡിവൈസിനെ ഒന്ന് ഓൺ ആക്കി, സ്വിച്ചിനെ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് എ എന്ന് പറയുന്ന ലെവലിലേക്ക് കൺട്രോൾ ചെയ്തു. ഇതാണ് ഒരു നോർമൽ സ്വിച്ചിന്റെ ഓപ്പറേഷൻ. അപ്പൊ നമുക്കൊരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് സ്വിച്ച് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഡിസിക്ക് കൊടുക്കുന്നതിന് തുല്യമായ പ്രോസസ്സിനെയാണ് നമ്മൾ സ്വിച്ച് ഓണും ഓഫും ചെയ്യുക. ഇതേ കൺസെപ്റ്റുകൾ നമ്മൾ ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് നെറ്റ്വർക്ക് തിയറിയിൽ പഠിക്കുന്നുണ്ട്. ട്രാൻസിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് വരുന്ന വേരിയേഷനെയാണ് നമ്മൾ ടോട്ടൽ എന്തെന്ന് പറയാ, ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു സ്വിച്ച് ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്ത് കഴിയുമ്പം നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ പറയുക സ്വിച്ച് ഓൺ ആക്കുന്ന അല്ലെങ്കിൽ ഓഫ് ആക്കുന്ന കണ്ടീഷൻ. നമുക്ക് ആദ്യം ഓഫ് ആക്കുന്ന കണ്ടീഷൻ. ഓഫ് ആക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സർക്യൂട്ടിൽ നോക്കിക്കേ, ഇതൊരു ഹൈ വാല്യൂവിൽ നിന്ന് ലോ വാല്യൂവിലേക്ക് സഡൻ ആയിട്ട് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അത് അതിന് വേരിയേഷൻ വന്നു എന്നാണ് നമ്മൾ
ഐഡിയൽ കേസിൽ പറയാം, ഒരു ഹൈ വാല്യൂവിൽ നിന്ന് ലോ വാല്യൂയിലേക്ക് സഡൻ ആയിട്ട് വേരിയേഷൻ വന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി ഇതുപോലെ ഒരു ഹൈ വാല്യൂവിൽ നിന്ന് ഒരു ലോ വാല്യൂക്ക് അല്ലെങ്കിൽ ലോ വാല്യൂവിൽ നിന്ന് ഹൈ വാല്യൂക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ പറ്റത്തില്ല. അപ്പം ഐഡിയൽ സ്വിച്ച് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ട്രാൻസിഷൻ അത് ഓൺ ആയിട്ട് ഓഫ് ആകാൻ അല്ലെങ്കിൽ ഓഫ് ആയിട്ട് ഓൺ ആകാൻ ഈ എടുക്കുന്ന ടൈം പീരീഡ് 0 ആണ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന അതേ ഇൻസ്റ്റന്റിൽ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന പവർ ഫ്ലോ ക്ക് വേരിയേഷൻ വരും. ഇപ്പൊ നമ്മൾ ഓഫ് ആക്കുവാണെങ്കിൽ പവർ ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇല്ലാത്ത കണ്ടീഷനിലേക്ക് വരും. ഇനി ഓൺ ആക്കുവാണെങ്കിൽ എന്താണ്, സീറോ പവർ ഫ്ലോ ആണ് അല്ലെങ്കിൽ സീറോ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് സൈഡിലേക്ക് സീറോ എനർജി ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മൾ ഓൺ ആക്കുന്ന അതേ ഇൻസ്റ്റന്റിൽ എന്താണ് അത് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കലി ഇങ്ങനെ ആയിരിക്കില്ല നമ്മുടെ സർക്യൂട്ടുകൾ ബിഹേവ് ചെയ്യുക. പ്രാക്ടിക്കൽ സർക്യൂട്ടിന്റെ വേരിയേഷൻ വരും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സ്വിച്ച് ഓൺ ആക്കി എന്ന് വിചാരിച്ച അപ്പൊ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന മജോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഈവൻ ഇലക്ട്രോൺസ് അതിന്റെ ഫ്ലോ നിൽക്കണം എന്നില്ല. അതിനൊരു ശരിക്കുന്നതാണ് നമ്മൾ ഐഡിയൽ കേസ് ആയിട്ട് പറയുന്നെങ്കിൽ പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് ഓഫ് കണ്ടീഷനിലേക്ക് വരിക. ഇനി ഇവിടെ ഓഫ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ആക്കി അപ്പൊ തന്നെ വീണ്ടും കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന എനർജി ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എഗെയിൻ ഇറ്റ് ടേക്സ് സം അതർ ടൈം. അപ്പൊ നമ്മൾ ഐഡിയലി ഈ ഇൻസ്റ്റന്റിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഇൻസ്റ്റന്റിൽ തന്നെ ഹൈ സ്റ്റേറ്റിൽ നിന്ന് ലോ സ്റ്റേറ്റിലേക്ക് വരും നമ്മൾ വിചാരിക്കുക. പക്ഷെ ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഇവിടെ ഒരു കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് സീറോയിൽ നിന്ന് ഹൈ വാല്യൂയിലേക്ക് പോകണം നമ്മൾ അസ്യൂം ചെയ്യും. പക്ഷെ ഇവിടെ ഇതുപോലെ ഒരു ട്രാൻസിഷൻ നടന്നൊന്നും വരത്തില്ല. അപ്പൊ ഈ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് നമുക്ക് സർക്യൂട്ടിൽ സെൻസ് ചെയ്യാൻ പറ്റും. ഈ വരുന്ന ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്വിച്ചിങ് ടൈം ഓഫ് എ ഡിവൈസ്, സ്വിച്ചിങ് ടൈം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യുക സ്വിച്ചിങ് ടൈം എന്താണ്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ എ പവർ ഇലക്ട്രോണിക് ഡിവൈസ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം ഓൺ ടു ഓഫ് ഓർ ഓഫ് ടു ഓൺ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതിനെയാണ് നമ്മൾ പറയുന്നത് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് സമയമുണ്ട്. ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് വരുന്നത് അത് ഏതാണോ ഒന്നിനെ നമ്മൾ ഓഫ് ടൈം എന്ന് പറയും, അടുത്തതിനെ നമ്മൾ ഓൺ ടൈം എന്ന് പറയും, ടൈം പീരീഡ് എന്ന് പറയും. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോസസിനെ ഒക്കെ പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു ഐഡിയൽ സ്വിച്ച് പറഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞു ഐഡിയൽ സ്വിച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു എന്താണ്, വി ഓൺ സീറോ ഐ ഓൺ മാക്സിമം എന്ന് പറഞ്ഞു. അപ്പം ഓൺ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു സ്വിച്ച് ആണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ഹൈ വാല്യൂ വി ഓൺ. ഓക്കെ, എടുത്തു. വി ഓൺ എന്ന് പറയുന്നത് നമ്മളൊരു മാക്സിമം വാല്യൂ എടുത്തു. നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് വി ഓൺ എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന വാല്യൂ നമുക്കൊരു ഐ ഓൺ ആണ്. ഐഡിയൽ സ്വിച്ച് ആണെങ്കിൽ ഐ ഓൺ എന്താണ്, വി ഓൺ സീറോയും ഐ ഓൺ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ഓൺ പറയുന്നത് ഒരു ഇൻഫിനിറ്റി ആണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ വി ഓൺ എടുത്തതിന്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്തില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഓൺ കണ്ടീഷനുള്ള വാല്യൂസ്. അപ്പം ഇനി ഇതിനെ നമ്മൾ ഓഫ് ആക്കാൻ പോവാണ്. ഓഫ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പം ഈ കണ്ടീഷൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ സ്വിച്ചിനെ ഓഫ് ആക്കുവാന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ ഓഫ് ആക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് ഉദ്ദേശിച്ച സമയം. അപ്പോൾ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറും അല്ലെ. ഓപ്പൺ സർക്യൂട്ട് ആയി മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ സിസ്റ്റത്തിൽ വരുന്ന വേരിയേഷൻ എന്താണ്, കറണ്ട് ഇൻഫിനിറ്റി എന്നുള്ളത് കറണ്ട് എന്തിലേക്ക് പോകും, ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ കറണ്ട് സീറോ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇത് സീറോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, അസ്യൂം ചെയ്യാം. വോൾട്ടേജിന് എന്ത് സംഭവിക്കും, വോൾട്ടേജ് വരുന്ന വേരിയേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വോൾട്ടേജ് ആ സമയത്ത് ഈ സീറോ വോൾട്ടിൽ നിന്ന് ഒരു ഹൈ വോൾട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒറ്റയടിക്കല്ല അത് മാറുന്നത്, ഇറ്റ് ടേക്സ് സം ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു ഹൈ വാല്യൂയിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തു എന്ന് പറയാം. അപ്പൊ നമുക്ക് ആ ഒരു ഹൈ വാല്യൂയിൽ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതിന്റെ ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇത് മാർക്ക് ചെയ്യുവാണെങ്കിൽ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഇത്രയും ഒരു റീജിയനിൽ നോക്കുവാണെങ്കിൽ ഇതെന്താണ്, കറണ്ട്
സീറോ എത്തിയില്ല, വോൾട്ടേജ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം അവിടെ നമുക്ക് എന്ത് സംഭവിക്കും ഈ സിസ്റ്റത്തില്? ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വാല്യൂ കിട്ടും. ഇവിടെയാണ് ആക്ച്വലി സിസ്റ്റത്തിൽ പവർ ലോസസ് ഉണ്ടാകുന്ന സെക്ഷൻ. ഇനി ഈ പോയിന്റിലേക്ക് ഇപ്പുറത്തേക്ക് ഓഫ് കണ്ടീഷൻ ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോഴുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ കറണ്ടിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും കറണ്ട് എന്തായി? 0 ആംപിയർ ആയി. നമ്മളിന്ന് വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജിന് കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ് ഇൻഫിനിറ്റി ആയാലും ഈ പോയിന്റ് നമുക്ക് ഇൻഫിനിറ്റി ആണ് വോൾട്ടേജിന് കിട്ടിയാലും എന്താണ് ഇവിടെ വരുന്ന പവറിന് 0 ഇൻറ്റു വരുമ്പോഴത്തേനും 0 ആയിപ്പോയി. അപ്പം ഈ ഏരിയയിൽ ഈ ടൈമിനെയാണ് നമ്മൾ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത്, ഓൺ ഓഫിലേക്ക്. അല്ലെങ്കിൽ ഇത് തിരിച്ച് അടുത്ത പ്രോസസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണിക്കാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു പവർ ഫ്ലോയുടെ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ നമ്മൾ പവറിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ആക്സിസ് ആണെങ്കിൽ ഇവിടെ എന്താണ് വോൾട്ടേജ് 0, കറണ്ട് ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് പവർ 0 കിട്ടി. ഇവിടെ വരുമ്പോൾ എന്താണ് രണ്ടിനും കുറച്ച് വാല്യൂ ഉള്ളത് കൊണ്ട് പവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇപ്പൊ ഇത് ഇൻഫിനിറ്റിന്ന് 0യിലേക്ക് നെഗറ്റീവ്, അതിനനുസരിച്ച് പവറിന് കുറച്ച് വേരിയേഷൻസ് വന്നു. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പവർ വീണ്ടും 0യിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഈ ഏരിയയിൽ കുറച്ച് പവറിന് ലോസ് വരും അല്ലെ? ഇതിനെയാണ് നമ്മൾ സ്വിച്ചിങ് ലോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പവർ ഇലക്ട്രോണിക് ഡിവൈസസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ സ്വിച്ചിങ് ലോസസ് ഏറ്റവും മിനിമം ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുക. അപ്പൊ നമ്മള് പല ടൈപ്പ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ഉണ്ട്. ഇപ്പൊ ട്രയാക്ക് ഉണ്ട്, എസ്ആർ ഉണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്, IGBT ഉണ്ട്, JT ഉണ്ട്. എന്തിനാ നമ്മൾ ഓരോ ടൈപ്പ് ഡിവൈസ് പ്രിഫർ ചെയ്യുന്നത്? ഓരോ ഡിവൈസസിനും ഇത് പറയുന്ന പോലെ തന്നെ ഇതിന്റെ സ്വിച്ചിങ് ലോസസിനെയും ഡിപ്പെൻഡ് ചെയ്ത് അതുപോലെ തന്നെ അതിന്റെ സ്വിച്ചിങ് ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും പുതിയതായിട്ട്. അപ്പൊ ചിലപ്പോൾ ചിലതിന് സ്വിച്ചിങ് ടൈം കുറവായിരിക്കും, അപ്പൊ അതിനെന്തായിരിക്കും ചിലപ്പോൾ സ്വിച്ചിങ് ലോസസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾക്കിടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് പെട്ടെന്ന് ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ചിന് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി മാത്രം ഒത്തിരി പവർ വേണമെങ്കിൽ നമ്മൾ ആ ഡിവൈസ് സെലക്ട് ചെയ്യില്ല. ഇപ്പം ബോട്ടിലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചോപ്പർ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ബോട്ടിലിംഗ് പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺ ഓഫ് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഒത്തിരി ലോസ് അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി ഇതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓൺ ഓഫിന് വേണ്ടി മാത്രം. അപ്പൊ അത് നമുക്ക് അത്ര ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ചിങ് ലോസസ് കുറഞ്ഞ ഡിവൈസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പവർ ഇലക്ട്രോണിക് സ്വിച്ചസിനെ നമ്മൾ എങ്ങനെയാണോ അതിന്റെ സ്വിച്ചിങ് ലോസസ് വരിക, അതിന് എത്ര ടൈം എടുക്കുമോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് സ്വിച്ചാണ് ഏത് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാന്ന് തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമെല്ലാം എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഐഡിയൽ സ്വിച്ചിനെ കുറിച്ചാണ്. ഐഡിയൽ സ്വിച്ച് ആണോ നമുക്ക് ആക്ച്വലി ഉപയോഗിക്കുന്നത്? നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്ന ഒരിക്കലും ഐഡിയൽ സ്വിച്ച് അല്ല. വി പ്രിഫർ പ്രാക്ടിക്കൽ സ്വിച്ച് അല്ലേ? അപ്പൊ പ്രാക്ടിക്കൽ സ്വിച്ച് വരുമ്പം ഈ പറയുന്ന ക്വാണ്ടിറ്റീസിനൊക്കെ എന്ത് വേരിയേഷൻ ആണ് വരിക എന്നാണ് നോക്കുക. ഇതേപോലെ തന്നെ എല്ലാ ലോസസ് ഇതുപോലെ തന്നെ എന്താണ് കണ്ടക്ഷൻ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോക്കിംഗ് ലോസ് ഉണ്ട്. പക്ഷെ ഏത് പ്രാക്ടിക്കൽ ഡിവൈസ് ആണെങ്കിലും നമ്മൾ പറയുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് സെമി കണ്ടക്ടർ ഡിവൈസസ് തന്നെയാണ് അതിനകത്ത് വരുന്നത് അല്ലെ? അപ്പൊ മജോറിറ്റി കാരിയേഴ്സിന് നമ്മൾ ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സിന് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആയിരിക്കും വരിക. അപ്പൊ അതിന്റെ കൊണ്ട് ആ സിസ്റ്റത്തിൽ ചെറിയൊരു വോൾട്ടേജ് അല്ലെങ്കിൽ ചെറിയ കറണ്ട് എപ്പോഴും ഉണ്ടാവും. ഇനി നമ്മൾ പ്രാക്ടിക്കലി ഒരു സ്വിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്താണ് അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ഒരു ഡിവൈസും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി ഈ വോൾട്ടേജ് അക്രോസ് ഓൺ കണ്ടീഷൻ വി ഓൺ എന്ന് പറയുന്നത് 0 എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് ഡ്രോബാക്സ് ഈ പറയുന്ന സ്വിച്ചിന്റെ ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ വർക്കിങ്ങിനകത്ത് വരും. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്വിച്ചിന്റെ സെക്കൻഡ് സെക്ഷൻ ആണ് പറയുന്നത്, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ സ്വിച്ച്. ഹെഡിങ് ആയിട്ട് എഴുതിക്കുക പ്രാക്ടിക്കൽ സ്വിച്ച് എന്ന്. ആ സ്വിച്ചിങ് ഡയഗ്രത്തിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ലോസസ് ഉണ്ടാകുന്നത് അത് ട്രാൻസിയന്റ് സംഭവിക്കുന്ന സമയത്താണ് ലോസസ് വരുന്നത്. പിന്നെ ഐഡിയൽ സ്വിച്ച് ആണെങ്കിൽ 2 ടൈപ്പ് ലോസസ്, കണ്ടക്ഷൻ ലോസസ് ആൻഡ് ബ്ലോക്കിംഗ് ലോസസ്. അത് രണ്ടും 0 ആയിരിക്കും. അതിന്റെ സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, എൻഡയർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് മാത്രം നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് മുമ്പ് ഈ പറഞ്ഞ തിയറി ഫുൾ നോക്കിയിട്ട് പോകാൻ നേരം കിട്ടത്തില്ല. പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മളൊരു പ്രാക്ടിക്കൽ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവൈസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഓൺ കണ്ടീഷൻ ആണ്, പ്രാക്ടിക്കൽ സ്വിച്ചിന്റെ ഓൺ കണ്ടീഷൻ ആണ് പറയുന്നത്. അപ്പം അതിന് അക്രോസ് ഉണ്ടാകുന്ന ഓൺ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അക്രോസ് 0 വോൾട്ട് ആയിരിക്കില്ല. ദർ ഇസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ ഒരു ഡയോഡ് ആണെങ്കിൽ അതിന് അക്രോസ് എത്ര വോൾട്ടേജ് വരും? നമുക്കറിയാം ഡയോഡ് ഓൺ ആവുന്നതിന് മുന്നേ അതിന് അക്രോസ് മിനിമം വരുന്ന വോൾട്ടേജ് ആണ് ഒരു 0.7 വോൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത് നോർമൽ കേസിൽ. അപ്പൊ അത് ഓരോ സ്വിച്ചിനനുസരിച്ച് ഒരു ചെറിയ എമൗണ്ട് ഓഫ് വോൾട്ടേജ് അതിന് അക്രോസ് കാണും. ആ വോൾട്ടേജ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻ പ്രാക്ടിക്കൽ കേസസ് there is an voltage across power electronic switch. എന്താ അതിന്റെ റീസൺ? ഡ്യൂ ടു ദി ഇന്റേണൽ റെസിസ്റ്റൻസ്. ഡ്യൂ ടു ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓൺ സ്റ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പ്രാക്ടിക്കൽ സ്വിച്ച് ഈസ് ഡ്യൂ ടു എന്നുണ്ട് പല ഓപ്ഷൻ കാണാം. അപ്പൊ അതിനകത്ത് ഏതാ നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡ്യൂ ടു ദി ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നത്. ഇനി ഈ വോൾട്ടേജ് ഡ്രോപ്പിന് നമ്മൾ ഒരു പേര് പറയും. എന്താ പേര് പറയാ? നമ്മൾ സാധാരണ പവർ ഇലക്ട്രോണിക് ഡിവൈസസിന് സാധാരണ ഇലക്ട്രോണിക് ഡിവൈസിൽ ഡയോഡിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്. കണ്ടക്ഷൻ കണ്ടീഷനിലാണെങ്കിൽ പോലും, ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാണെങ്കിൽ പോലും ഈ സ്വിച്ച് എല്ലാം ഇലക്ട്രോണിക് സ്വിച്ചസ് ആണ്. ഇലക്ട്രോണിക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഏത് ജംഗ്ഷന്? നമ്മൾ പറയുന്ന എല്ലാ ഡിവൈസും പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. പി ടൈപ്പ് ഡിവൈസ് ആൻഡ് എൻ ടൈപ്പ് ഡിവൈസ്. ഈ പി ടൈപ്പ് ഡിവൈസും എൻ ടൈപ്പ് ഡിവൈസും രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒരു പി എൻ ജംഗ്ഷൻ അക്രോസ് ഒന്നെങ്കിൽ അത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഇപ്പൊ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ പോലും, അത് കണ്ടക്ട് ചെയ്യാൻ പാകത്തിനുള്ള കണ്ടീഷനിൽ പോലും അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്? ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ആ ടേം വേണമെങ്കിൽ ചോദിക്കാനാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാനാണ്. ദാറ്റ് ഈസ് ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്. ഓൺ സ്റ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പ്രാക്ടിക്കൽ സ്വിച്ച്. അതിന്റെ പേരാണ് എന്ത്? ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്. ഓക്കെ. ഇനി നമുക്ക് പറയാവുന്ന എന്താണ്? അപ്പൊ നമുക്ക് വി ഓൺ എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ആയിരിക്കും, 0 ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഒന്നെങ്കിൽ നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ എന്താണ്? ഒരു സ്മോൾ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ എന്ന് പറയാം. ഓക്കെ. ഇനി ഇതിനകത്ത് അടുത്ത് നമ്മൾ എന്താണ്? ഇപ്പൊ വോൾട്ടേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ടേം എന്താണ്? ഇതിന്റെ കറണ്ട് അല്ലെ? അയോണിനെ കുറിച്ച് പറയണം. കറണ്ടിനെ നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ഐഡിയൽ സ്വിച്ച് ആണെങ്കിൽ നമുക്ക് കറണ്ടിന്റെ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. പ്രാക്ടിക്കൽ സ്വിച്ച് നമുക്ക് ഇൻഫിനിറ്റി വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? ഇൻഫിനിറ്റി വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരിക്കലും ഒരു ലിമിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി വരെ പോകാം കറണ്ട്, ആ രീതിയിൽ നമ്മൾ പറയാൻ പറ്റില്ല. ഇൻഫിനിറ്റി കറണ്ടിലേക്ക് വരുന്ന ഫോൾട്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇതിന്റെ എൻഡിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിനെ തന്നെ അത് അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ ഫോൾട്ട് അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് പോകത്തില്ല. പകരം നമ്മൾ എന്താണ്? മാനുഫാക്ചർ ഒരു നെയിം പ്ലേറ്റിൽ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ മൈനസ് ആൻഡ് ഐ പ്ലസ്. നേരത്തെ നമ്മൾ പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞതിന് പരിപാടി എന്ത് പറയാം? ഐ മൈനസ് ആൻഡ് ഐ പ്ലസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റഡ് കറണ്ട്. ഒരു ലിമിറ്റ് ഉണ്ടാവും, കറണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പം പ്രാക്ടിക്കൽ സ്വിച്ചിന്റെ കേസിൽ അതിന്റെ ഓൺ കണ്ടീഷനിലുള്ള കറണ്ട് ഒരു ലിമിറ്റഡ് റേഞ്ചിലായിരിക്കും, ഓഫ് കണ്ടീഷനിലുള്ള വോൾട്ടേജ് ഒരു ലിമിറ്റഡ് റേഞ്ചിലായിരിക്കും. അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക. പ്രാക്ടിക്കൽ സ്വിച്ചിനകത്ത് കറണ്ട് ഏത് ലിമിറ്റിലായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കുമോ, 0 ആയിരിക്കുമോ, അങ്ങനെ ചോദിക്കാം. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ? ഒരു ലിമിറ്റഡ് റേഞ്ചിലായിരിക്കും നമ്മുടെ കറണ്ട് വാല്യൂ വരിക. ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ, ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ് ആ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കറണ്ടിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്, വോൾട്ടേജിന് ഡെഫിനിറ്റ് വാല്യൂ ഇല്ല. ഇനി അടുത്ത എന്താണ് ഇതിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ടേം? എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി പവർ ആയിരിക്കും. പവർ എങ്ങനെ വരും? 0 വരുമോ? 0 വരില്ല അല്ലെ? വോൾട്ടേജ് 0 അല്ല, കറണ്ട് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പൊ ഇത് എന്തായിരിക്കും? ഇതിനും ഒരു എന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവും. ഇൻ പ്രാക്ടിക്കൽ സ്വിച്ചസ് പി ഓൺ ഈസ് ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവും. അപ്പം പി ഓൺ ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഇ ഓൺ എങ്ങനെയായിരിക്കും? പി ഓണിന്റെ വാല്യൂ ഫൈനൈറ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനർജി എങ്ങനെ പറയാൻ പറ്റും? ഇ ഓൺ ഈസ് ഓൾസോ ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ. അതിന് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ എന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു പ്രാക്ടിക്കൽ സ്വിച്ചിന്റെ ഓൺ കണ്ടീഷൻ. ഓൺ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് നോട്ട് ഈക്വൽ ടു 0. കറണ്ട് ഉണ്ട്, കറണ്ട് ഈസ് ഇൻ എ ലിമിറ്റഡ് റേഞ്ച്. ദെൻ പി ഓൺ ഇസ് എ ഫൈനൈറ്റ് വാല്യൂ ആൻഡ് ഇ ഓൺ ഇസ് ഓൾസോ എ ഫൈനൈറ്റ് വാല്യൂ. ഇനി ഈ പി ഓണിന് നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു. ഐഡിയൽ സ്വിച്ചിന് നമ്മൾ എന്താ പേര് പറഞ്ഞേ? പി ഓണിന്റെ എന്താ പേര് പറഞ്ഞേ? എന്തെന്നാ പി ഓണിന് പേര് പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ.
P1 is equal to conduction loss. conduction. loss. അപ്പൊ ഇവിടെയും എന്താണ് P1 എന്ന് പറയുന്നതിന് എന്ത് തന്നെ പേര് പറയുന്നത്, നമ്മൾ സെയിം പേര് തന്നെയാണ്, കണ്ടക്ഷൻ ലോസ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ കണ്ടക്ഷൻ ലോസ് ഉണ്ട്, ഒരു ചെറിയ വാല്യൂ ഇത് കണ്ടക്ഷൻ ലോസ് ആയിട്ട് സർക്യൂട്ടിലുണ്ട്. അപ്പൊ ഇവിടെയും ആ ടേമിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പ്രാക്ടിക്കൽ സ്വിച്ച് ആകുമ്പോൾ P1 ഒരു വാല്യൂ ഉണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്, കണ്ടക്ഷൻ ലോസ്. ഓക്കെ, അപ്പം ഇവിടെ ഇതിന്റെ സൈഡിൽ ഫൈനൈറ്റ് വാല്യൂ എന്ന് എഴുതുക, എന്നിട്ട് P1 പേരും കൂടെ എഴുതി വെക്കുക. ദാറ്റ് ഇസ് കോൾഡ് കണ്ടക്ഷൻ ലോസ് ഓഫ് പ്രാക്ടിക്കൽ സ്വിച്ച്. ഓക്കെ, അപ്പൊ നമുക്കിനി അതിന്റെ ഓഫ് സ്റ്റേറ്റ് എന്താന്ന് പറയാം. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾക്ക് കറക്റ്റ് 1 മണിക്കൂർ അങ്ങനെ നിർത്തണമെന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആ ഓഫ് സ്റ്റേജും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഹലോ, ഓഫ് സ്റ്റേജ് കൂടെ കഴിഞ്ഞിട്ട് നിർത്താം മാഡം. ഓഫ് സ്റ്റേജ് കൂടെ കഴിഞ്ഞിട്ട്. ശരി. അപ്പൊ നമ്മൾ അതിന്റെ ഓൺ സ്റ്റേജ് പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ കണ്ടക്ഷൻ ലോസസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽ സ്വിച്ചിനകത്ത് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് അതിന്റെ ഓഫ് സ്റ്റേജിൽ എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ സ്വിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. ഓഫ് സ്റ്റേജിലാണ് പ്രാക്ടിക്കൽ സ്വിച്ച് ഇരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ. അപ്പോൾ ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കറണ്ട് ഓഫ് സ്റ്റേജ് ഓപ്പൺ സർക്യൂട്ട് ആണ്. കറണ്ട് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഓഫ് സ്റ്റേജിലാണെങ്കിൽ കറണ്ട് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പവർ ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതുകൊണ്ട് എന്താണ്, മജോറിറ്റി കാരിയേഴ്സ് കൊണ്ടുള്ള കറണ്ട് ഫ്ലോ നിൽക്കാൻ പാകത്തിന് നമ്മൾ ആ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ജംഗ്ഷൻ അക്രോസ് വേറെ എന്തെങ്കിലും അഡീഷണൽ സപ്ലൈ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. ഈ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊപ്പം നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ബയസ് അതിന് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, ഫോർവേഡ് ബയസ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഉണ്ടാകാം, അതുകൊണ്ട് ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ ഉണ്ടാകാം, ലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ഉണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ള ട്രിഗറിംഗ് കൊണ്ട് ടെമ്പറേച്ചർ ട്രിഗറിംഗ് പല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, ഒരു ചെറിയ കറണ്ട് എപ്പോഴും ഉണ്ടായിരിക്കാം. ഐഡിയൽ സ്വിച്ചിൽ I0 ആയിരുന്നു, പ്രാക്ടിക്കൽ സ്വിച്ചിൽ I ഒരിക്കലും 0 ആയിരിക്കത്തില്ല. ഇനി ഈ കറണ്ടിന് നമ്മൾ എന്തെന്നാ പറയുന്നത്, മൈനോറിറ്റി കാരിയർ കൊണ്ടുണ്ടാകുന്ന കറണ്ടിന് നമ്മൾ നോർമലി പറയുന്ന പേരെന്താണ്, കറണ്ട് ഈസ് കോൾഡ് ലീക്കേജ് കറണ്ട്. അപ്പൊ അതിന് ലീക്കേജ് കറണ്ട്. അപ്പം പ്രാക്ടിക്കൽ സ്വിച്ചില് മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഈ കറണ്ട് ഫ്ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട്. അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ലീക്കേജ് കറണ്ട് ഇൻ പ്രാക്ടിക്കൽ സ്വിച്ച് ദ കറണ്ട് ഫ്ലോ ഇൻ ഓഫ് കണ്ടീഷൻ എന്നിട്ട് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ലീക്കേജ് കറണ്ട്. അപ്പൊ ചിലപ്പോൾ അവർ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വാല്യൂ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയ വാല്യൂ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ ഓപ്ഷൻ കണ്ടു കഴിയുമ്പോൾ അറിയായിരിക്കും. ഇനി സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ അല്ലാതെ തന്നെ തിയറി ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വോൾട്ടേജ് എങ്ങനെയായിരിക്കും, വോൾട്ടേജിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കുമോ? ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഐഡിയൽ സ്വിച്ച് ആയിരുന്നപ്പോൾ വോൾട്ടേജ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ സ്വിച്ച് ആകുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇത് വീണ്ടും ആര് തന്നെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത് സ്വിച്ച് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആള് തന്നെ സ്വിച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം, -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. ഈ ഒരു ലിമിറ്റിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ വോൾട്ടേജിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, കറണ്ട് ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. അപ്പൊ വോൾട്ടേജും കറണ്ടും ഇതുപോലെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തും കൂടെ പറയാൻ പറ്റണം. ഇനി വോൾട്ടേജും കറണ്ടും ഇങ്ങനെ പറഞ്ഞു, വോൾട്ടേജിന് ഒരു ഫൈനൈറ്റ് വാല്യൂ, കറണ്ട് 0 അല്ല, ഒരു ചെറിയ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ പവർ എങ്ങനെയായിരിക്കും, പവർ ഓൺ ഓഫ് സ്റ്റേറ്റ് 0 ആയിരിക്കുമോ? നോട്ട് ഈക്വൽ ടു 0 അല്ലെ, ഒരു ചെറിയ വാല്യൂ എഗെയിൻ ഉണ്ടാവും. അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, മറ്റേതിന് നമ്മൾ കണ്ടക്ഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനെ ഓഫ് സ്റ്റേജിലുള്ള ലോസസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോക്കിംഗ് ലോസസ് എന്ന് പറയും അല്ലെ. അപ്പം ദിസ് ഈസ് ദി ബ്ലോക്കിംഗ് ലോസ്. അപ്പൊ അത് നോട്ട് ചെയ്യുക, ബ്ലോക്കിംഗ് ലോസസ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇൻ കേസ് ഓഫ് പ്രാക്ടിക്കൽ സ്വിച്ച് ദ ബ്ലോക്കിംഗ് ലോസ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പൊ നമുക്ക് പവർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തും ഉണ്ടെന്ന് പറയാൻ പറ്റും, എനർജി അവിടെ ഉണ്ട്. എനർജി നോട്ട് ഈക്വൽ ടു 0, ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ ഫൈനൈറ്റ് വാല്യൂ. ഇനി ഈ പ്രാക്ടിക്കൽ സ്വിച്ചിൽ ലോസ് എങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞേ, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ലോസ് എങ്ങനെ ഫീൽ ചെയ്യും, ഫിസിക്കലി നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേ, നമുക്കത് ഫീൽ ചെയ്യുന്നത് ഹീറ്റ് ആയിട്ടായിരിക്കും അല്ലെ. ഇത് നോട്ട് ചെയ്യുക കേട്ടോ, ലോസ് നമ്മൾ ബ്ലോക്കിംഗ് ലോസ് എന്ന് നോട്ട് ചെയ്യും. P of is equal to 0 and loss is called blocking losses and there is also energy loss. and നമുക്കിത് ഫീൽ ചെയ്യുന്ന എന്തായിട്ടാണ്, ഹീറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഹീറ്റ് വിൽ പ്രൊഡ്യൂസ് ഇൻ കേസ് ഓഫ് പ്രാക്ടിക്കൽ സ്വിച്ച്. അപ്പൊ ഐഡിയൽ സ്വിച്ചിൽ ഹീറ്റ് ഇല്ല, പ്രാക്ടിക്കൽ സ്വിച്ചിൽ ഹീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണ്ടി വരും,
ഹീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു കൂളിംഗ് മെക്കാനിസം അപ്പൊ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഹീറ്റ് സിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാക്ടിക്കൽ പവർ ഇലക്ട്രോണിക് സ്വിച്ചുകളെല്ലാം നമ്മൾ ഹീറ്റ് സിങ്ക് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹീറ്റ് ഉണ്ടാവും, ഹീറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് വി ആർ യൂസിങ് കൂളിംഗ് എലമെന്റ് ഫോർ ഹീറ്റ് സിങ്ക്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഒരു റീജിയനും കൂടെ പറയണം. മറ്റേതിന് നമ്മൾ പറഞ്ഞതാണ് എൻഡയർ എക്സ് ആക്സിസ് ആൻഡ് എൻഡയർ വൈ ആക്സിസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എൻഡയർ എക്സ് ആക്സിസ് ആൻഡ് എൻഡയർ വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് നമ്മൾ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻഡയർ എക്സ് ആക്സിസ് എൻഡയർ വൈ ആക്സിസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇതിനൊരു റേഞ്ച് ഉണ്ട്. ഇപ്പൊ വോൾട്ടേജ് നിൽക്കുന്ന ഒരു റേഞ്ച് അല്ലെങ്കിൽ കറണ്ട് നിൽക്കുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ചിനുള്ളിൽ മാത്രമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. എൻഡയർ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എൻഡയർ വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതിനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് നേരത്തെ റെപ്രസെന്റ് ചെയ്ത പോലെ ഇത് വോൾട്ടേജിന്റെ എക്സ് മൈനസ് ഇത് മൈനസും പ്ലസും ആണെങ്കിൽ ഇതിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിമിറ്റ് തൊട്ട് ഈ ഒരു ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി അല്ല മൈനസ് പ്ലസ് 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 ത്രീ എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഇത്രയും റേഞ്ചിൽ മാത്രമാണ് വോൾട്ടേജ് നിൽക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ റേഞ്ച് റെപ്രസെന്റ് ചെയ്യാം. കറണ്ടിന് ഇതുപോലെ തന്നെ ഒരു ഇത് കറണ്ട് ആണ്. അപ്പൊ കറണ്ടിന് ഇതുപോലെ തന്നെ ഒരു പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ നമ്മൾ പറയും. ആരാണ് പറയാ? മാനുഫാക്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അതിനകത്ത് ഡോപ്പിങ്ങും അതിനകത്തുള്ള കൺസ്ട്രക്ഷനും ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇത്രയും തീരൊന്നും വേണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു എക്സാം എഴുതാൻ, ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാനല്ല പോകുന്നത്. അതുകൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു റീജിയന്റെ ഉള്ളിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ റീജിയൻ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിനുള്ളിൽ ഇപ്പം ഒരു ഇപ്പൊ ഞാൻ ഏറ്റവും ലൈറ്റ് കളറിൽ വരച്ചിരിക്കുന്ന ആ ഒരു റീജിയനിനുള്ളിൽ മാത്രമാണ് ഈ എലമെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമ്മളിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റീജിയനിലാണ് ഈ പുറത്തോടെ ഉള്ള ലൈറ്റ് കളറിൽ വരച്ചിരിക്കുന്ന റീജിയനിൽ എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യത്തില്ല. അതായത് ഇപ്പൊ നമ്മളൊരു 10 കിലോ വാട്ട് ലോഡാണ് ഒരു അസംഷൻ എടുക്കുക. ഒരു 10 കിലോ വാട്ട് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 കിലോ വാട്ട് കിട്ടാനുള്ള മാക്സിമം കണ്ടീഷൻസ് ഏതൊക്കെയായിരിക്കും? ഈ കോർണർ പോയിന്റ് കിട്ടും, ഈ കോർണർ പോയിന്റ് കിട്ടാം, ഈ കോർണർ പോയിന്റ് കിട്ടാം, ഈ കോർണർ പോയിന്റ്, അതായത് മാക്സിമം വോൾട്ടേജ് മാക്സിമം കറണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഏത് പ്രാക്ടിക്കൽ കേസിലാണെങ്കിലും എന്താണ് കുറച്ച് ലോസസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ 10 കിലോ വാട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കറണ്ട് മാക്സിമം ആണെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കും, വോൾട്ടേജ് മാക്സിമം ആണെങ്കിൽ എന്താണ്? കറണ്ട് കുറവായിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് നമ്മൾ കട്ട് ചെയ്തതുപോലെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ഒരു ഗേറ്റ് ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുണ്ട്, ഇലക്ട്രിക്കലുകാരുടെ ഗേറ്റിനകത്താണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ പുറത്തുള്ളത് കാണിച്ചിട്ട് ഇവിടെ ഇവർ ഇങ്ങനെ ഷെയ്ഡഡ് റീജിയൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റീജിയന്റെ ഉള്ളിലാണ് അതിന്റെ ഒരു സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ എൻഡയർ എക്സ് ആക്സിസ് എൻഡയർ വൈ ആക്സിസ് നമ്മൾ മറ്റേതിന്റെ കേസിൽ പറഞ്ഞു, പക്ഷെ ഇതിന്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എന്തായിരിക്കും, അതായത് മാക്സിമം പോയിന്റിലേക്ക് അത് ഒരിക്കലും പോകത്തില്ല. വോൾട്ടേജ് മാക്സിമത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് ലിമിറ്റഡ് ആയിരിക്കും, കറണ്ട് മാക്സിമത്തിലേക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഇവിടെ നമുക്ക് അത് രണ്ടും ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിനകത്ത് ആ ലിമിറ്റേഷൻസ് ഇവിടെ വോൾട്ടേജ് മാക്സിമം ആണ്, കറണ്ട് ലിമിറ്റഡ് ആണ്. കറണ്ട് മാക്സിമം ആണെങ്കിൽ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ലിമിറ്റഡ് ആണ്. അപ്പം ഇതാണ് അതിന്റെ ഒരു ഈ ഫിഗർ കാണിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് എന്തെന്ന് പറയാം, മാർക്ക് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദി പ്രാക്ടിക്കൽ സ്വിച്ച്. ഓക്കെ, ഇനി ഇതിന്റെ എ ബി സി ഡി, ഇപ്പൊ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എ ബി സി ഡി, ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 4 പോയിന്റിനെയാണ് നമ്മൾ ബൗണ്ടറി ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ബൗണ്ടറി ലിമിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ സ്വിച്ച്. അപ്പം എ ബി സി ഡി ബൗണ്ടറി ലിമിറ്റ്സിലുള്ള പ്രാക്ടിക്കൽ സ്വിച്ച് ആണെങ്കിൽ അതിന്റെ സേഫ് ഓപ്പറേറ്റിംഗ് റീജിയൻ എന്താ എന്ന് വെച്ചാൽ ഫിഗർ ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ
വേണമെങ്കിൽ ബൗണ്ടറി പോയിന്റ്സും വേണമെങ്കിൽ ചോദിക്കാം. എ ബി സി ഡി ആർ ക്വാളിറ്റി ബൗണ്ടറി പോയിന്റ്. ഇനി നമ്മൾ ഈ 10 കിലോവാട്ട് എന്ന് പറയുന്ന മെഷീൻ വർക്ക് ചെയ്യുന്നത് ഏത് ക്വാർട്ടറിലാണോ അതിനെ വെച്ച് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിന്റെ, സെക്കൻഡ് ക്വാർട്ടറിന്റെ, തേർഡ് ക്വാർട്ടറിന്റെ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുക. അത് നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ചോപ്പറുകളും അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. എ ടൈപ്പ്, എ ചോപ്പർ, ബി ചോപ്പർ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇവിടെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചോപ്പർ നമ്മൾ പറയും എ ടൈപ്പ് ചോപ്പർ എന്ന്. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ടൈപ്പ് എ ചോപ്പർ. ഇത് സെക്കൻഡ് ക്വാർട്ടറിൽ, ഇപ്പൊ ഞാൻ റിമൂവ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാർട്ടർ ആണെങ്കിൽ ടൈപ്പ് ബി. ഇനി ഇവിടെയും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 4 ഇടത്തും കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് 5 ടൈപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണം വീതം ക്ലബ് ചെയ്ത് പാരലായിട്ട് കണക്ട് ചെയ്ത് വരുന്ന, അങ്ങനെയാണ് നമ്മൾ ചോപ്പറിനെ ഒക്കെ ക്ലാസ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് സ്വിച്ചിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും നോട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ ലോസ് ഐഡിയൽ സ്വിച്ചിൽ എത്രയാണ്, പ്രാക്ടിക്കൽ സ്വിച്ചിൽ എന്താണ്, പിന്നെ ബ്ലോക്കിംഗ് ലോസ് എത്രയാണ്, പിന്നെ ഹീറ്റ് ലോസ് ഇല്ല, ഐഡിയൽ സ്വിച്ചിലാണെങ്കിൽ ഹീറ്റ് ലോസ് ഇല്ല, ഓൺ കണ്ടീഷനിൽ വോൾട്ടേജ് എന്താണ്, ഓഫ് കണ്ടീഷനിൽ വോൾട്ടേജ് എന്താണ്, ഓൺ കണ്ടീഷനിലെ കറണ്ട് എന്താണ്, ഓഫ് കണ്ടീഷനിലെ കറണ്ട് എന്താണ്, പിന്നെ ഹീറ്റിംഗ് ലോസസ് ഇല്ല ഐഡിയൽ സ്വിച്ചിലാണെങ്കിൽ, കൂളിംഗ് അറേഞ്ച്മെന്റിന്റെ ആവശ്യമില്ല, പിന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അത് ചോദിച്ചിട്ടുണ്ട്. സേഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. പ്രാക്ടിക്കൽ സ്വിച്ചിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്, അതിന്റെ കണ്ടക്ഷൻ ലോസസ് എന്താണ്, അതുപോലെ തന്നെ ബ്ലോക്കിംഗ് ലോസസ്. പിന്നെ ഐഡിയൽ സ്വിച്ചിന് ഇല്ലാത്ത പുതിയ 2 ടേമുകൾ നമ്മൾ പ്രാക്ടിക്കൽ സ്വിച്ചിൽ പറഞ്ഞു. ഒന്ന് ഫോർവേഡ് കണ്ടക്ഷൻ ഡ്രോപ്പ്, പിന്നെ പറഞ്ഞതാണ് ലീക്കേജ് കറന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം. അതിന് മുന്നേ നമ്മൾ പറഞ്ഞ വേറെ 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അത് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ എടുക്കാത്തത് ഓരോ സ്വിച്ച് പറയുമ്പോൾ പറയാൻ ഓർത്തുകൊണ്ടാണ്. നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്, നമ്മൾ പറഞ്ഞത് കൺട്രോൾഡ് സ്വിച്ചസ് ഉണ്ട്, അൺകൺട്രോൾഡ് സ്വിച്ചസ് ഉണ്ട്. നമ്മൾ ഗേറ്റ് ഉള്ള ടൈപ്പ് സ്വിച്ചസിനെ എല്ലാം കൺട്രോൾഡ് സ്വിച്ച് പറയും, ഗേറ്റ് ഇല്ലാത്ത സ്വിച്ചസിനെയൊക്കെ അൺകൺട്രോൾഡ് സ്വിച്ച് എന്ന് പറയും. അതായത് ഡയോഡും ഡയാക്കും അൺകൺട്രോൾഡ് ആണ്, അതിന് കൺട്രോൾ ഒന്നും ഇല്ല. നമുക്ക് ഫോർവേഡ് ബയസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് അത് വർക്ക് ചെയ്യും. ഫോർവേഡ് ബയസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഓഫ് ആവും. അതേസമയം അല്ലാത്ത ഡിവൈസസ് ആണെങ്കിൽ എന്താണ്, ഈ പറഞ്ഞതുപോലെയുള്ള നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ പവർ ഇലക്ട്രോണിക് ഡിവൈസസിന്റെയും സർക്യൂട്ട്സിന്റെയും പ്രത്യേകത നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് കൊടുത്താലും അതിന് നമുക്ക് അതിലൂടെ പോകുന്ന കറന്റ് ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു വേറൊരു എലമെന്റ് ഉണ്ട്. അതിനെ നമ്മൾ ഗേറ്റ് എന്ന് പറയും. അതിന്റെ ടെക്നിക്കൽ ഗേറ്റ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെയാണ് ഒരു വന്നു നിൽക്കുന്ന കണ്ടക്ടറിന് നുള്ളിലെ വന്നു നിൽക്കുന്ന കരിയർ ഇലക്ട്രോണോ ഹോൾ ആകാം, അത് ടൈപ്പ് ഏത് മെറ്റീരിയൽ ആണ്, ആ കരിയറിനെ അടുത്ത ഇതിലേക്ക് കടത്തി വിടുന്ന അതിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെർമിനൽ, അതിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഗേറ്റിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ആകാം, കറണ്ട് ആകാം, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസസ്, കറണ്ട് കൺട്രോൾഡ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. ഇനി ഇതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്, ഇതിനകത്ത് ഇനി നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ, ആ സർക്യൂട്ട്സിനെ നമ്മൾ മെയിൻ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് അതിന്റെ എ സി സപ്ലൈനെ ഡി സി ആയിട്ട് മാറ്റാനാണ്. അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക, റെക്ടിഫയർ. അപ്പൊ ആദ്യം പഠിക്കുന്ന പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന റെക്ടിഫയേഴ്സ് ആണ്. പിന്നെ പഠിക്കുന്നത് നമുക്ക് ഡി സിനെ തന്നെ നമ്മുടെ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ചോപ്പർ. ഡി സിനെ കട്ട് ചെയ്ത് എടുക്കുന്നു. ചോപ്പർ എന്ന് പറയുന്ന ആ ടെക്നിക്കൽ മീനിങ് തന്നെ, ലിറ്ററൽ മീനിങ് തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഡി സി കടത്തിവിടുക, അല്ലാത്തപ്പം ഡി സി കട്ട് ചെയ്തെടുക്കുക. അതിനാണ് ചോപ്പർ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില സർക്യൂട്ട്സിൽ നമുക്ക് ഡി സി ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരിക, അതിനെ നമുക്ക് എ സി ആയിട്ട് മാറ്റണം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു, അതിന് റെക്ടിഫയർ ആക്ഷൻ തിരിച്ചു കൊണ്ടുവന്നു. അതിന് നമ്മൾ എന്ത് പേര് പറയും, ഇൻവെർട്ടർ എന്ന് പറയും. ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഡി സി എ സിനെ ഡി സി ആക്കി, ഡി സിനെ എ സി ആക്കി, ഡി സിനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൺട്രോൾ ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്യണം ഏതിനെ, എ സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലോ കൺവേർട്ടർ. സൈക്കിളിനെ കൺവേർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എ സി എന്ന് പറയുന്ന സൈക്കിളിനെ കൺവേർട്ട് ചെയ്യുന്നു. ആ പേര് തന്നെയുണ്ട് സാധനം. അപ്പൊ എ സി എന്ന് പറയുന്ന സൈക്കിളിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കേട്ടോ, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. സൈക്കിളിനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കിൾ എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റ് ചെയ്തതാണ്, ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പം എ സി വേവിന്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെയാണ് നമ്മൾ പറയുന്നത് സൈക്ലോ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എ സിക്ക് ഫ്രീക്വൻസി മാത്രമല്ല ഉള്ള എന്ത് കൂടെ ഉണ്ട്, വോൾട്ടേജ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടെ ഉണ്ട്. ആ മാഗ്നിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ സി റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ 4 ക്ലാസിഫിക്കേഷൻസും പിന്നെ ഈ സ്വിച്ചസിന്റെ ക്ലാസിഫിക്കേഷനും അത്രയാണ് നിങ്ങളുടെ പവർ ഇലക്ട്രോണിക്സിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെയാണെങ്കിലും റെക്ടിഫയർ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലം ആണ് സാധാരണ ചോദിക്കുക V/L കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ എത്ര ടൈം പീരീഡ് ആണ് ട്രിഗറിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്ക് PSC ചോദിച്ച ഒരു 10 വർഷത്തെ പവർ ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം. തീർച്ചയായിട്ടും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതുപോലെ പറയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ പോർഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഓക്കെ താങ്ക് യു. താങ്ക് യു മിസ്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ലാസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെന്ന്. ആരെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയായിരുന്നോ? നിങ്ങളുടെ ഈ 50 മാർക്കിന്റെ സെക്ഷൻ ശരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കുറെ ഫോക്കസ് ബേസിക് ഇലക്ട്രിക്കല്, ബേസിക് മെക്കാനിക്കലും സിവിലും മാത്സും ഒക്കെ വന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അത് അപ്ലൈ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ടൈമിൽ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 75 മിനിറ്റും ഉണ്ട്, 100 ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈം കൺസ്ട്രെയിന്റ് ഓർത്തുകൊണ്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. എത്ര പെട്ടെന്ന് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തു, എത്ര സ്പീഡ് ചെയ്തു. അതുപോലെ തന്നെ മാത്സ് ഒക്കെ വീക്ക് ആയിട്ടുള്ളവരൊക്കെ കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് √3 വാല്യൂ, √2 വാല്യൂ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫാക്ടേഴ്സും വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കുക. എനിവേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss.